നോബൽ കമ്മിറ്റി ചതിച്ചാശാന്. ഇപ്രാവശ്യത്തെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എന്തായാലും തനിക്ക് കിട്ടും എന്ന് ട്രംപ് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. റാഞ്ചിയേട്ടൻ പത്മശ്രീക്ക് ശ്രമിച്ച പോലെ ട്രംപ് ഈ ഒരു സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നോബൽ കമ്മിറ്റിയുടെ കണ്ണുപെട്ടില്ല. അത് നേരെ എടുത്ത് മറിയ കൊറീന മക്കാഡോയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇതെന്തൊരു ചതിയായിപ്പോയി. തനിക്ക് പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ ആവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ട്രംപ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 മാസം കൊണ്ട് 9 യുദ്ധങ്ങളാണ് ട്രംപ് അവസാനിപ്പിച്ചത്. അത് ഏതൊക്കെയാണെന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് നിർത്തിയത് എന്നുള്ളതൊക്കെ ഒരു വിവാദ വിഷയം തന്നെയാണ്. നമ്മളത് പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ അതിനകത്തൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു ഉദാഹരണം എന്ന് പറഞ്ഞെടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് ട്രംപാണ്. പാകിസ്ഥാൻ വഴി ഉണ്ടായ ഒരു അറ്റാക്കിനെ ഇന്ത്യ വേണ്ടുന്ന രീതിയിൽ പ്രതിരോധിക്കുകയും ആ പ്രതിരോധത്തിന്റെ ആഘാതശേഷി കൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ടുള്ള യുദ്ധത്തെ ഇനി തുടർന്നു പോകുന്നില്ല എന്ന് പറയുകയും അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കേസാണ്. ഇനി അടുത്തതായിട്ട് എടുക്കുകയാണെങ്കിൽ തായ്ലൻഡും വേറെ ഏതോ രാജ്യം തമ്മിലുള്ള യുദ്ധം താനാണ് നിർത്തിയത് എന്ന് ട്രംപ് പറയുന്നത് കേട്ടു. എന്താണ് സംഭവം എന്ന് അറിയില്ല. ഇനി ഈ ഇന്ത്യ പാക് യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അടുത്ത് വരുന്ന സാധനമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം. അത് പിന്നെ നമ്മൾ ടി വിയിൽ കണ്ടതാണ്, എങ്ങനെയാണ് യുദ്ധം ഉണ്ടായത്, എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചത്, അതിനകത്ത് ട്രംപ് പറഞ്ഞിട്ട് എങ്ങനെയാണ് ആ യുദ്ധം നിർത്തിയത്, ഇതൊക്കെ നമുക്കറിയാം. അതായത് ഇസ്രായേൽ പറഞ്ഞിട്ട് B-20 വിമാനങ്ങൾ കൊണ്ടുവന്ന് ഇറാന്റെ അണ്ണാക്കിലും ആസനത്തിലും എല്ലാം എടുത്ത് ഇട്ട് പൊട്ടിച്ച് അവർക്ക് ഇനി ഒരു സ്വസ്ഥതയുടെ ഒരു കണം അല്ലെങ്കിൽ പുരോഗമനത്തിന്റെ ഒരു കണം പോലും അവിടെ ഇല്ലാത്ത തരത്തിലാക്കി വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്, വാറ് സ്റ്റോപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞ ഇതിനെ നിർത്തിയത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സാധനമാണ് ഇപ്പോൾ ഗസയിലുണ്ടായിട്ടുള്ള വെടിനിർത്തൽ. ഗസയിലുണ്ടായിട്ടുള്ള വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗസയുടെ അല്ലെങ്കിൽ പലസ്തീൻ്റെ അണ്ണാക്കിൽ കുത്തിപ്പിടിച്ചിട്ട് 20 പോയിന്റുകൾ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ട് ആണ് ഒരു വെടിനിർത്തൽ കരാർ അവിടെ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ആയാലും ഒരു സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ഒക്കെ ട്രംപിന് കൊടുക്കാൻ പറ്റും എന്നാണ് പാകിസ്ഥാനും ഇസ്രായേലും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് ഈ നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് ഈ ട്രംപിനെ പിന്തുണച്ചതും. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അത് നേരെ എടുത്തിട്ട് മറിയ കൊറീന മക്കാഡോയ്ക്ക്, അതായത് ഒരു വെനിസ്വേലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നെതന്യാഹുവിന് അവാർഡ് കൊടുത്താലും ട്രംപിന് അവാർഡ് കൊടുത്താലും മക്കാഡോയ്ക്ക് കൊടുത്താലും ഒക്കെ ഒരേപോലെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരമ്മ പറ്റ അളിയന്മാരാണ്. ഇത് ട്രംപ് കാരണമാണ് എനിക്കിത് കിട്ടിയത്, അതുകൊണ്ട് ഞാനിത് ട്രംപിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അവരുടെ ഫസ്റ്റ് മെസ്സേജ് വന്നത്. പിന്നെ അപ്പൊ നമ്മൾ വിചാരിക്കും, ട്രംപ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ട്രംപിന്റെ അനുകൂലി ആയതുകൊണ്ടാണ് മക്കാഡോയ്ക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയതെന്ന്. അങ്ങനെയല്ല. ഈ പുരസ്കാരം കിട്ടുന്നതിന് മുൻപേ ഉള്ള ഈ മക്കാഡോയുടെ ട്വീറ്റുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഏത് പക്ഷത്താണ്, രാഷ്ട്രീയത്തിന്റെ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പലസ്തീനെ അങ്ങേയറ്റം അവഗണിച്ചും ഇസ്രായേലിനെ വാനോളം പുകഴ്ത്തിയുമാണ് അവര് ഓരോ ട്വീറ്റുകളും ഇട്ടിരുന്നത്. ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ട്രംപിന് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യം ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു നന്ദി പ്രകാശനം ആണ് ഈ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മക്കാഡോയ്ക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ ആലോചിക്കും, ട്രംപിന് കൊടുക്കാതെ ഈ മക്കാഡോയ്ക്ക് ഇങ്ങനൊരു പുരസ്കാരം കൊടുത്തത് കൊണ്ട് എന്താണ് അമേരിക്കയ്ക്ക് ഉപകാരം എന്നുള്ളത്. അവിടെയാണ് ഒരു പോയിന്റ് ഉള്ളത്. അതായത് വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് നല്ല തോതിൽ ക്രൂഡ് ഓയിലിന്റെ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഭരിക്കുന്ന ഭരണകൂടം ട്രംപിന് എതിരായിട്ടുള്ളൊരു ഭരണകൂടമാണ്. അപ്പോൾ മക്കാഡോയുടെ കീഴിൽ അവിടെ ഒരു ഭരണം കൊണ്ടുവരികയും മക്കാഡോയുമായിട്ട് നല്ല തരത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധം പുലർത്തുകയും ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിലുള്ള ഒരു വഴി കിട്ടും.
വെനിസ്വേലയിലെ ആഭ്യന്തരമായിട്ടും അല്ലാതെയും ഉള്ള സമാധാനം മുഴുവനായിട്ട് തകർന്നിരിക്കുകയാണ്. ഇതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അതായത് ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്രയേറെ അധ്വാനിക്കുന്നത് എന്നാണ് മെക്കാഡോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെക്കാഡോ ഒരു കാര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നാൽ പുറത്തുനിന്ന് ഫോഴ്സിനെ കൊണ്ടുവന്നും ഞാനത് ചെയ്യും എന്ന് അവർ ഒരു ട്വീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പുറത്തുനിന്ന് വരാവുന്ന ഫോഴ്സ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ ഫോഴ്സാണ് അവിടേക്ക് വരാനുള്ളത്. അങ്ങനെ ട്രംപിന്റെ ഫോഴ്സ് ഇപ്പൊ വെനിസ്വേലയിൽ വരിക വഴി അവിടെയുള്ള സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ഡ്രാമ അവിടെ നടക്കുകയും ട്രംപിന് ഇഷ്ടം പോലെ അവനവന്റെ സൗകര്യത്തിനുള്ള ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകും, ഈ ഇപ്പൊ ട്രംപിന് സമാധാനത്തിന്റെ അവാർഡ് കൊടുത്തില്ല, ശരി, പക്ഷേ അപ്പൊ ഈ ബരാക് ഒബാമയ്ക്ക് എന്തിനാണ് കൊടുത്തത്? ഈ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ നോബൽ ഡിസിഷൻ കമ്മിറ്റി എയറിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഞാനായിട്ടൊരു യുദ്ധം ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ അത് അവസാനിപ്പിക്കുന്നു, അപ്പോൾ എനിക്ക് ഒരു നോബൽ പ്രൈസ് തരണം, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് തരണം. ഇതാണ് അമേരിക്കയുടെ എല്ലാ കാലത്തെയും വാദം. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ലോക ജനതയ്ക്ക് ക്ഷമയ്ക്കുള്ള ഒരു നോബൽ പ്രൈസ് കൊടുക്കണം. ഇതാണ് തേർഡ് ലെൻസിന് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.